ഇൻഷുറൻസ് ഏജന്റായ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് കരിയർ ഒരു 10 വർഷത്തിന് ശേഷം നിലനിൽക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI, ഒരുപാട് ആപ്പുകൾ, ഓൺലൈൻ പോർട്ടലുകൾ എല്ലാം മാറിയിരിക്കുന്നു. പക്ഷേ ചോദ്യം ഇതാണ്: ആർ യു റെഡി ഫോർ ദ ഫ്യൂച്ചർ? ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ റെഡിയാണോ? ഇൻഷുറൻസ് എന്നത് ഒരു ടെമ്പററി ജോബ് അല്ല, മറിച്ച് അത് ഒരു ലൈഫ് ടൈം പ്രൊഫഷനാണ് എന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. പക്ഷേ അത് ലൈഫ് ടൈം പ്രൊഫഷൻ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്കിൽ ഗ്രോത്ത്, നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടാക്കുക, ആൻഡ് ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്, കസ്റ്റമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഇൻഷുറൻസ് കരിയർ നിങ്ങൾക്ക് ലൈഫ് ടൈം പ്രൊഫഷൻ ആക്കാൻ വേണ്ട കാര്യം. ഫ്യൂച്ചർ പ്രൂഫ് ഇൻഷുറൻസ് കരിയർ എന്നത് ഒരുപാട് പോളിസികൾ സെല്ല് ചെയ്യുക എന്നുള്ളതല്ല, ബട്ട് ബിൽഡിംഗ് മോർ വാല്യൂസ് ആൻഡ് ലോങ് ടേം റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്കവാറും ഇൻഷുറൻസ് ഏജന്റുമാരും സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ്. അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. എന്താണ് കാരണം? കൃത്യമായ ലീഡ്സ് ഇല്ല, റിട്ടൻഷൻ കുറവാണ്, കോമ്പറ്റീഷൻ ആണെങ്കിൽ വളരെ ഹൈ ആണ് അല്ലെങ്കിൽ കൂടുതലാണ്. ഒട്ടുമിക്കവാറും ഏജന്റ്സും ലക്കിലാണ് ഇന്ന് വിശ്വസിക്കുന്നത്. കിട്ടിയാൽ കിട്ടി. അവർ അവരുടെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം എവിടെയും ബിൽഡ് ചെയ്തിട്ടില്ല. ഇന്ന് പല ഇൻഷുറൻസ് ഏജന്റിന്റെയും ഏറ്റവും വലിയ ഭയം എന്നുള്ളത് കസ്റ്റമേഴ്സ് ഓൺലൈനിൽ പോയി അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുമോ എന്നുള്ള വലിയ ഒരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരിയർ നിലനിൽക്കുമോ അല്ലെങ്കിൽ ഇതെന്റെ കരിയർ ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം എല്ലാ ഇൻഷുറൻസ് ഏജന്റിലും ഉണ്ട്. ഹായ്, മൈ നെയിം ഈസ് അനീഷ് കുമാർ, ഡിജിറ്റൽ കോച്ച് ഫോർ ഇൻഷുറൻസ് ഏജന്റ്സ്. കേരളത്തിലെ 1 ലക്ഷത്തിലധികം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക, അങ്ങനെ അവർക്ക് ഡിജിറ്റൽ വിസിബിലിറ്റി കൊണ്ടുവന്ന് അവർക്ക് ഒരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കുക, അതിലൂടെ അവരെ ഡിജിറ്റലി റെസ്പെക്റ്റഡ് ഇൻഷുറൻസ് ലീഡറാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻഷുറൻസ് മേഖലയിൽ ഒരു ലോങ് ടേം ഫ്യൂച്ചർ പ്രൂഫ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 7 സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, ബിൽഡ് ലൈഫ് ലോങ് ലേണിംഗ് ഹാബിറ്റ്. എന്താണിത്? നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഇൻഡസ്ട്രി മാറും, പ്രൊഡക്റ്റുകൾ മാറും, ടെക്നോളജി ഇവോൾവ് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റിലും സർവീസിലും ടെക്നോളജി ഇവോൾവ് ചെയ്യും. ഈ ഒരു അവസരത്തിൽ ലേൺ ചെയ്യുന്നവർ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രി റെലവെന്റ് ആയി മാറുകയുള്ളൂ. സ്റ്റെപ്പ് നമ്പർ 2, ക്രിയേറ്റ് ഡിജിറ്റൽ വിസിബിലിറ്റി. ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾ ഡിജിറ്റലി അവൈലബിൾ അല്ലെങ്കിൽ, ഓൺലൈനിൽ അവൈലബിൾ അല്ലെങ്കിൽ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളവരെ തേടി പോകാനുള്ള സാധ്യത ഇനി കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ ആകാം? സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ സ്റ്റെപ്പ്. ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുക, അല്ലെങ്കിൽ ചെറിയൊരു യൂട്യൂബ് വീഡിയോസ് ചെയ്യുക, അതുമല്ലെങ്കിൽ സിമ്പിൾ വാട്സപ്പ് സ്റ്റാറ്റസ്, ബ്രാൻഡിങ്, എക്സെട്ര. സ്റ്റെപ്പ് നമ്പർ 3, ബിൽഡ് സിസ്റ്റംസ്, നോട്ട് സ്ട്രെസ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാ സക്സസ്ഫുൾ ഇൻഷുറൻസ് ഏജൻസിനും ഒരു കൃത്യമായ സിസ്റ്റം ഉണ്ട്. ലീഡ് ജനറേഷൻ ഒരു സിസ്റ്റം ഉണ്ടാകും, ഫോളോ അപ്പ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാകും, റിന്യൂവൽ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാകും. നമുക്കൊരു സിസ്റ്റം ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അത് നമ്മളെ വലിയൊരു നഷ്ടത്തിലേക്ക് ലീഡ് ചെയ്യും. വിത്തൗട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ബേൺ ഔട്ട് ആവും. ബട്ട് വിത്ത് സിസ്റ്റം നമുക്ക് നമ്മുടെ വളർച്ചയാണ്, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ വളർച്ചയാണ് കാണിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 4, ഫോക്കസ് ഓൺ വാല്യൂ, നോട്ട് വോളിയം. ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നമ്മൾ എത്ര പോളിസി വിറ്റു എന്നല്ല നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. പോളിസി കൗണ്ട് അല്ല നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. എത്ര ഫാമിലിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ള കൗണ്ടാണ് നമ്മളുടെ ഹൃദയത്തെ തൊടുന്നത്. നിങ്ങൾ ഒരു 100-ഓ 1000-ഓ ഫാമിലിയെ ഡീപ്പായിട്ട് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻകം പെർമനന്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 5, ബിൽഡ് സ്ട്രോങ് ക്ലയന്റ് റിലേഷൻഷിപ്സ്. എന്താണിത്? ഇന്നത്തെ കാലത്ത് ആൾക്കാർ പോളിസി വാങ്ങുകയല്ല ചെയ്യും, മറിച്ച് അവർക്ക് വിശ്വാസമുള്ളവരെയാണ് അവർ വാങ്ങുന്നത്. എങ്ങനെ ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം? ഡെഫിനറ്റ്ലി ക്ലെയിം സപ്പോർട്ട്. വിശ്വാസം ജനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ക്ലെയിം സപ്പോർട്ട്. ബർത്ത്ഡേ വിഷ്, വെരി സിമ്പിൾ ടൂൾ ബട്ട് പവർഫുൾ. അധികം ഇൻഷുറൻസ് ഏജന്റ്സ്മാർ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇയർലി റിവ്യൂ, അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഇയർലി റിവ്യൂ ചെയ്തതിന് ശേഷം പോളിസി അപ്ഡേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ പോർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇതാണ് നല്ലത്, നിങ്ങളുടെ സമ്മേഷേഡ് കൂട്ടണോ, അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, റിവ്യൂ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യും. ഇത് നമുക്ക് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. സ്റ്റെപ്പ് നമ്പർ 6, പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് ഈക്വൽ ടു
ഫ്യൂച്ചർ സെക്യൂരിറ്റി. എന്താണിത്? ഇന്ന് ഇൻഷുറൻസ് മേഖലയിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാത്തവർ നാളെ ഇൻഷുറൻസ് വേൾഡിൽ നിന്ന് ഡിസപ്പിയർ ആകും, അല്ലെങ്കിൽ ഇല്ലാതാകും. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ വോയിസും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ റിയൽ കരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 7, ജോയിൻ എ ഗ്രോത്ത് കമ്മ്യൂണിറ്റി. നമുക്ക് സിംഗിൾ ഏജന്റായി ഇരുന്ന് പലതും ചെയ്യാൻ പറ്റും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വന്നാൽ ഈ സിംഗിൾ എനർജിയേക്കാൾ വളരെ വലുതാണ് ആ ഗ്രൂപ്പ് എനർജി, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് തരുന്ന എനർജി. പക്ഷേ നമ്മൾ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത്തരം കമ്മ്യൂണിറ്റികൾ നമുക്ക് കറക്റ്റ് ഗൈഡൻസ് തരുന്നു, അക്കൗണ്ടബിലിറ്റി തരുന്നു, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നു, ആൻഡ് മോട്ടിവേഷൻ തരുന്നു. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ടെക്നോളജിയിലായാലും AI-യിലായാലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ ട്രസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണക്ഷൻസ് അതൊരിക്കലും ഈ ടെക്നോളജികൾക്കോ അല്ലെങ്കിൽ ഈ AI-കൾക്കോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ കരിയർ സെക്യൂർ ആക്കാൻ സിസ്റ്റംസ് ബിൽഡ് ചെയ്യൂ, നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യൂ, നിങ്ങളുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യൂ. ആൻഡ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പറയേണ്ടത് ഞാൻ ഒരു പോളിസി വിറ്റു എന്നല്ല, ഐ പ്രൊട്ടക്ട് വൺ ഫാമിലി. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഫ്യൂച്ചർ പ്രൂഫ് കരിയർ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളർച്ച ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജന്റിന് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്.